പുല്ലിൽ വീട്ടിലെ പൂച്ചയെപ്പോലെ ചുരുണ്ട് കൂടിക്കിടക്കുന്ന ഒരു സിംഹം. അവൻ്റെ തിളക്കമുള്ള മേനി വെയിലിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഏതൊരു സ്റ്റൈലൻ ആക്ടറിനേക്കാളും വെല്ലുന്ന അവൻ്റെ ഹെയർ സ്റ്റൈൽ അതൊന്ന് കണ്ടാൽ മതി. അടുത്ത് തന്നെ 3 സിംഹങ്ങൾ വേറെയുമുണ്ട്. ഹണ്ടർ, സിക്കിയോ, മൊറാനി എന്നിവരായിരുന്നു സമീപത്തുണ്ടായിരുന്ന മറ്റു സിംഹങ്ങൾ. 4 മസ്കിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന മസായ് മാരയിലെ ഏറ്റവും വിലപ്പെട്ട 4 സിംഹങ്ങൾ. പക്ഷേ സെലിബ്രിറ്റി അവനായിരുന്നു. കണ്ണിന് ഒരു പാടുണ്ടായിരുന്നത് കൊണ്ട് മാത്രം ലോക പ്രശസ്തനായ സ്കാർഫേസ് ദ ലയൺ എന്ന സിംഹം. ജീവിതത്തിൽ അദ്ദേഹത്തെ കാണുന്നത് വിലപ്പെട്ട ഒരു കാര്യമായി കണക്കാക്കിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വന്യജീവി പ്രേമികൾ ലോകത്തുണ്ടായിരുന്നു. കെനിയയിലെ മസായ് മാരയിലെത്തുന്നവർ ഡയറി കുറിപ്പുകൾ കുറിച്ചിടുമ്പോൾ 2 വിഭാഗമായി മാറും. 1 സ്കാർഫേസിനെ കണ്ടവർ, 2 സ്കാർഫേസിനെ കാണാത്തവർ. ലോകമെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫർമാർ അദ്ദേഹത്തെ കാണുമ്പോൾ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടും. ഒരു കാഴ്ച ഇത്രയ്ക്കും ആനന്ദമാണ് എന്ന് പഠിപ്പിക്കാൻ ഭൂമിയിൽ വന്ന ഒരു സിംഹം. അവൻ എങ്ങനെ ഇത്ര ഫേമസ് ആയി? അവനെ കാണുമ്പോൾ എന്തുകൊണ്ട് ആളുകൾക്ക് ഇത്രയും ആനന്ദം ലഭിക്കുന്നു? 1 അവൻ്റെ രൂപമായിരിക്കാം, 2 അവൻ ജീവിച്ച ഐതിഹാസിക ജീവിതവും. അതാണ് സ്കാർഫേസ് ദ ലയൺ എന്ന സിംഹം. കാട്ടിലെ രാജാവ് എന്ന കഥാപാത്രത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരു സിംഹം എന്ന് വേണമെങ്കിൽ അവനെ വിളിക്കാം. രൂപത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും അവൻ രാജാവായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. 2012 തൻ്റെ സഹോദരന്മാരായ ഹണ്ടർ, സിക്കിയോ, മൊറാനി എന്നിവരുടെ കൂടെ ഒരു ടെറിട്ടറി ഗ്രാബ് നടത്തുന്നതിനിടെ വലത് കൺപോള നഷ്ടപ്പെട്ടതോടെയാണ് സ്കാർ എന്ന പേര് അവന് ലഭിച്ചത്. അന്ന് ആ സിംഹങ്ങളെ കൊന്നും പാക്ക് ചെയ്തും മാർഷ് പ്രേഡിൽ അവർ വിജയിച്ചു കയറി. മസായ് മാരയിലെ മസായി യോദ്ധാവിൻ്റെ കുന്തം കൊണ്ട് കുത്തിയതിനെ തുടർന്നാണ് ഈ സ്കാർ അവന് ലഭിച്ചത് എന്ന് ഒരു കഥ കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്. അന്ന് മസായ് മാരയിലെ റേഞ്ചർമാർ അവനെ നന്നായി പരിചരിച്ചതിന് ശേഷമാണ് അവൻ വേട്ടയിലേക്ക് ആരോഗ്യത്തോടെ വീണ്ടും തിരിച്ചു വന്നത്. സിംഹം ആക്രമിച്ചതുകൊണ്ടോ മസായ് മാരയിലെ യോദ്ധാവ് കുന്തം കൊണ്ട് കുത്തിയതുകൊണ്ടോ അവന് ലഭിച്ച ആ വടു, സ്കാർ, പിന്നീട് ലോക ഫേമസ് ആയി തീർന്നു എന്നതാണ് അവൻ്റെ കഥ. മസായ് മാരയിലേക്ക് കയറുന്ന ആരും മന്ത്രിക്കുന്നത് ഒരേ ഒരു പേരായിരിക്കും, സ്കാർ. അവനെ കണ്ടാൽ ഗൈഡുകൾ വിളിച്ചു പറയും. ഒരു സമയത്ത് 5 ജീപ്പുകളാണ് അനുവദിക്കുക. ബൈനോക്കുലറിൽ നിന്ന് ദൂരെ അവൻ്റെ രൂപം കണ്ടാൽ ഗൈഡ് പുഞ്ചിരിയോടെ ഒരു മന്ത്രം മന്ത്രിക്കും, സ്കാർ. ഇത് കേൾക്കാനാണ് എല്ലാവരും കാതുകൂർപ്പിച്ച് മസായ് മാരയിലേക്ക് കയറുന്നത്. അവൻ ഉറങ്ങുന്നത് നോക്കി യുദ്ധക്കളത്തിലേക്ക് പ്രവേശിക്കുന്ന ആരും ലോകപ്രശസ്തനായ സിംഹം നമ്മൾ അടുത്തു പോകുമ്പോൾ മുഖം മുറുമുറുപ്പിച്ച് താഴ്ന്ന ഒരു ഗർജനം പിന്നീട് പൊട്ടിത്തെറിക്കുന്ന ഗർജനമായി നമ്മുടെ നേർക്ക് ആക്രോശിക്കുന്ന ഒരു സിംഹത്തെ സങ്കല്പിക്കും. പക്ഷേ നമുക്ക് തെറ്റും. വളരെ ദുർബലനായി, വളരെ സ്വീറ്റിയായി, മധുരനായി, ഒരു വളർത്തു മൃഗത്തെപ്പോലെ അവൻ നമുക്ക് മുമ്പിൽ നിൽക്കും. സ്കാർ കാഴ്ചയുടെ യാഥാർത്ഥ്യം എന്നത് അവനെ കാണാൻ മസായ് മാരയിൽ കിലോമീറ്ററുകളോളം ഓടും. ഒരു സമയത്ത് 5 ജീപ്പുകൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നതുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ ഊഴത്തിനായി കാത്തു നിൽക്കും. നമ്മൾ അവനെ കാണുമ്പോൾ വലിയൊരു സിംഹം 2 കൈകളും തലയണിയായി വെച്ച് ഉറങ്ങാൻ പോകുന്ന ഒരു സിംഹം. പോരാട്ടം അവൻ്റെ മനസ്സിൽ എത്രയോ അകലെയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇവനാണോ ഇത്രയും ഐതിഹാസികമായ ജീവിതം ജീവിച്ച എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു തരം ലവ് എക്സ്പ്രഷൻ അവൻ്റെ കൂടെ അവൻ്റെ 3 സഹോദരന്മാരും എപ്പോഴും കാണും. സ്കാറിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിഹാസം നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു ലാഞ്ചനയിൽ പോലും അതില്ല. പക്ഷേ അവനെ കണ്ട് അന്ന് രാത്രി മസായ് മാരയിൽ ആരെങ്കിലും ചെലവഴിക്കുകയാണെങ്കിൽ മരങ്ങളെപ്പോലും ഇളക്കി മറിക്കുന്ന ഗർജനം കേൾക്കാം. അത് അവൻ്റേത് മാത്രമാണ്. ടെറിട്ടറി പ്രഖ്യാപനത്തിലൂടെയും തൻ്റെ ഈ മാർഷ് പ്രേഡിനെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നു എങ്കിൽ ഈ ഗർജനത്തിൻ്റെ ശക്തി കൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് എന്ന രീതിയിലുമുള്ള ആ പ്രകമ്പനം കൊള്ളിക്കുന്ന ആ ഗർജനം. ഒരു ജീവിയുടെ വായയിൽ നിന്നാണോ ഇത്രയും വലിയ ഗർജനം വരുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗർജനം. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമെന്ന് അവിടെ പോയിട്ടുള്ളവർ ഡയറി കുറിപ്പുകളിൽ കുറിച്ചു വെക്കുന്നുണ്ട്. മാർഷ് പ്രേഡിലേക്ക് അധികാരത്തിന് വേണ്ടി വന്ന സിംഹങ്ങളെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് മാർഷ് പ്രേഡിലെ കുട്ടികളെ സംരക്ഷിക്കുന്ന മുത്തച്ഛനായിക്കൊണ്ട് ഹൈനകളെയും മുതലുകളെയും കൊന്നൊടുക്കിയ, ഒരേ കുടുംബത്തിൽ തന്നെ സ്ഥിരമായി വാഴുന്ന ഒരൊറ്റ ഇണയെ മാത്രം സ്വന്തമാക്കി ജീവിച്ച സ്കാർഫേസ് ദ ലയൺ എന്ന സിംഹം 2021 ജൂൺ 12 മരിക്കുമ്പോൾ ലോകത്തിലുള്ള അവൻ്റെ ആരാധകരെല്ലാം കരഞ്ഞു. ജൂൺ 12 ഉച്ചയ്ക്ക് 1 മണിക്കാണ് അവൻ മരിക്കുന്നത്. പക്ഷേ അതിനൊരു ദിവസം മുമ്പേ മരണത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവൻ കാട്ടിത്തുടങ്ങിയിരുന്നു. 14 വർഷം ജീവിച്ച് സ്വാഭാവികമായ മരണമാണ് അവൻ വരിക്കുന്നതെങ്കിലും എല്ലാവരും അവൻ്റെ ജീവിതം നീട്ടിക്കിട്ടാൻ വേണ്ടി കരഞ്ഞു.
പക്ഷേ സ്വാഭാവികമായും 14 വർഷത്തിന് അപ്പുറം ഒരു സിംഹം ജീവിക്കില്ല. മസായിമാരയിലെ പ്രശസ്തമായ ആ മാർഷ് പ്രൈഡിനെ ജീവിതകാലം മുഴുവനും സംരക്ഷിച്ചുകൊണ്ട് ധാരാളം സിംഹ കുഞ്ഞുങ്ങളെ ആ മസായിമാരയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം അന്തരിക്കുമ്പോൾ മനുഷ്യർ കരഞ്ഞതുപോലെ തന്നെ അവിടെയുള്ളവരും കരഞ്ഞിരിക്കാം. പക്ഷേ മൃഗങ്ങളുടെ ഭാഷ നമുക്ക് വശമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് നമുക്ക് മനസ്സിലാവാഞ്ഞത്. മസായിമാരയിലെത്തുന്ന ആളുകൾ ഇന്നും അവൻ്റെ ചലനങ്ങളെ മിസ് ചെയ്യുന്നു. പ്രത്യേകിച്ചും ഗൈഡുകൾ. അവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആളുകളെ വശീകരിച്ച് വിളിച്ചിരുന്ന ആ ഗൈഡുകൾക്ക് ഇനി വശീകരിക്കാൻ വേറൊരു സിംഹമില്ല. അവനെപ്പോലെ വേറൊരു സിംഹം ആവുകയുമില്ല.